വിദ്യാലയം ഹരിത വിദ്യാലയത്തിന്റെ പ്രോജക്റ്റിൽ സുഹൃത്തം ശുചിത്വം എന്നുള്ള ഒരു പദ്ധതി ലഭ്യമായിട്ടുണ്ട്. നമ്മുടെ വിദ്യാലയത്തിന് ലഭ്യമായിട്ടുണ്ട്. ഇന്ന് WNC ഡിപ്പാർട്ട്മെന്റ്, അതായത് വനിതാ ശിശു സംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നിങ്ങൾക്ക് ശുചിത്വവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പാം ടു പാം എന്ന് പറയും. അതായത് ഇത് ഇങ്ങനെ 10 പ്രാവശ്യം ചെയ്യാം. എല്ലാവരും ഇതിനൊപ്പം ചെയ്തു പോവുക കേട്ടോ. ഇത് ഈ ഞാനിന് ഒന്ന് ജസ്റ്റ് അപ്പൊ നിങ്ങൾ മനസ്സിലാവും. ഫാസ്റ്റ് പാം ടു പാം ഇങ്ങനെ 10 പ്രാവശ്യം ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ ഈ കൈയുടെ ഉൾഭാഗം നമ്മൾ ക്ലിയർ ആക്കി 10 പ്രാവശ്യം. പിന്നെ അത് ഒരു കൈയുടെ മേലെ വെക്കാം. എന്നിട്ട് ഇത് 5 പ്രാവശ്യം ഇങ്ങനെ മുന്നോട്ട് ചെയ്യാം. ഇങ്ങനെ ഈ കൈ അപ്പൊ ഇടയ്ക്ക് കൈന്റെ പ്രാവശ്യം, വലത്തെ കൈയും 5 പ്രാവശ്യം, അങ്ങനെ മൊത്തം 10 പ്രാവശ്യം. ഇതൊരു സ്റ്റെപ്പായിരുന്നു 10 പ്രാവശ്യം. ഈ സ്റ്റെപ്പായി ഈ കൈ 5 പ്രാവശ്യം, ഈ കൈ 5 പ്രാവശ്യം. പിന്നെ നമ്മുടെ വിരലിൽ ഇടയിലായിരിക്കും. അപ്പൊ ഇങ്ങനെ നമ്മൾ 10 പ്രാവശ്യം ചെയ്യാം. മനസ്സിലായല്ലോ? ഇത് 3ാമത്തെ സ്റ്റെപ്പാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞു, ഇത് 3rd സ്റ്റെപ്പ്. ഇനി നമ്മുടെ ഈ വിരലിന്റെ ഈ മോൾ ഭാഗമാണ് പിന്നെ അലട്ടായിട്ടിരിക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ ഇങ്ങനെ ചെയ്യാം. അപ്പൊ ഈ 2 ഭാഗങ്ങൾ ഇങ്ങനെ ക്ലിയർ ആവും. കണ്ടില്ലേ? ഇങ്ങനെ ചെയ്യാം. അത് 4ാമത്തെ സ്റ്റെപ്പ്. 5ാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഇങ്ങനെ ചെയ്തപ്പോൾ നമ്മുടെ തള്ളവിരലിലായിട്ടല്ലേ, തള്ളവിരലിൽ ഇങ്ങനെ താഴത്തോട്ട് പിടിച്ചിട്ട് 5ാമത്തെ സ്റ്റെപ്പ് 5 പ്രാവശ്യം ഇങ്ങനെ താഴോട്ട് പിടിക്കാട്ടാ, 5 പ്രാവശ്യം. 6ാമത്തെ പ്രാവശ്യം നമ്മുടെ വിരൽ തുമ്പുകൾ ക്ലിയർ ആയില്ല. അപ്പൊ അത് ഇങ്ങനെ ചെയ്യാം. വിരൽ തുമ്പുകൾ വൃത്തിയാക്കുക ഇങ്ങനെ. 7ാമത്തത് ഇങ്ങനെ. 7 സ്റ്റെപ്പാണ്. ഞാനൊരു കാര്യം പറഞ്ഞില്ല, ഒരു മിനിറ്റ്. അതായത് വളരെ ഒരു പ്രാധാന്യമുള്ള കാര്യം, പെട്ടെന്ന് എനിക്ക് ഒന്നാമത് തിരക്കുമായതുകൊണ്ട്. അതായത് നമ്മൾ ആദ്യം പൈപ്പിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ പൈപ്പ് നമ്മളെ മുട്ടുകൊണ്ടാണ് തുറക്കുക. ഇവിടുത്തെ പൈപ്പ് എന്താ തിരിക്കുന്ന പൈപ്പാണോ? സാരമില്ല, സ്കൂളല്ലേ, ഞങ്ങളുടെ അവിടെ. അപ്പൊ വെള്ളം തുറക്കുക, കൈയൊന്ന് നനയ്ക്കുക ആദ്യ പ്രാവശ്യം. എങ്ങനെ വെറുതെ എങ്ങനെ നനയ്ക്കുന്നത് നിങ്ങൾ വിചാരിച്ചിട്ട് തരാം. അപ്പൊ കൈയൊന്ന് നനയ്ക്കുക. ഉടനെ തന്നെ പൈപ്പ് അടയ്ക്കണം. പൈപ്പ് തുറന്നു, കൈ നനച്ച് ഉടനെ തന്നെ പൈപ്പ് അടയ്ക്കണം. എന്തിനാ പൈപ്പ് അടയ്ക്കണേ? വെള്ളം അമൂല്യം കളയാൻ പാടില്ല, ഒരു തുള്ളി പോലും കളയാൻ പാടില്ല. കൈ വെട്ടിയിട്ടു, ഉടനെ അടച്ചു. പിന്നെ സോപ്പ് എടുത്തിട്ട് കയ്യിലാക്കുക, ലിക്വിഡ് ആറിഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, 3rd സ്റ്റെപ്പ് കാണിക്കും. നിങ്ങൾ ശീലമാക്കുക. അപ്പോൾ നിങ്ങൾക്ക് അസുഖങ്ങളൊന്നും വരില്ല. എപ്പോഴും ആരോഗ്യത്തോടെ സ്കൂളിൽ വരാൻ പറ്റും. ഒരു ദിവസം സ്കൂളിൽ മുടക്കാനുള്ള ബുദ്ധിമുട്ട് അറിയാലോ. അപ്പൊ അതിന് നിങ്ങൾ എല്ലാവരും തയ്യാറെടുക്കുക. ഇങ്ങനെ കണ്ട് ശീലിക്കുക. എല്ലാവരും നന്നായിട്ട് ചെയ്യാം. ഈ സമയം ഇതിന് അവസരം ഒരുക്കി തന്ന പ്രിയപ്പെട്ട പ്രിൻസിപ്പാളിനോടും ടീച്ചേഴ്സിനോടും എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട്